ഞാൻ എന്റെ കണ്ടെത്തലുകൾ നാലായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അതിലൊന്നാമതായി വന്നിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ, അതായത് നമ്മുടെ ഭരണ തലങ്ങളിലുണ്ടായിട്ടുള്ള അപാകത. അത് മറ്റൊന്നുമല്ല, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ബോട്ട് യാത്രകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലകളിലും ഒരു നേവൽ ആർക്കിടെക്ട്, ഒരു നാവിക വാസ്തുശില്പിയില്ല എന്നുള്ള കണ്ടെത്തലാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്, കോടതിയിലും പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ഒരു നേവൽ ആർക്കിടെക്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എപ്പോഴും ഒരു ബോട്ടിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റിയായിരിക്കും ബോധവാനാകുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം നിഷ്കർഷിക്കും ഒരു ഇൻക്ലൈനിങ് എക്സ്പെരിമെന്റ് നടത്തണമെന്നും അതിന്റെ സ്റ്റെബിലിറ്റി ബുക്ക്ലെറ്റ് ഉണ്ടാക്കണമെന്നും അദ്ദേഹം മുൻകൈയെടുത്ത് പറയും. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്റ്റെബിലിറ്റിയെ പറ്റി അജ്ഞരാണ്. അപ്പോൾ നാച്ചുറലി അവർ ഇതിനെപ്പറ്റി ബോധവാനല്ല, അതുകൊണ്ട് അവർ അതിനെപ്പറ്റി നിഷ്കർഷിച്ചതുമില്ല. അതാണ് ഈ ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ബിൽഡിംഗ് ഫെയിലിയർ, അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ബിൽഡറിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ഡ്യൂട്ടിയാണ് ഡിസൈനറെയും ഇതിന്റെ ഓണറെയും ഇതിന്റെ സർവേയറെയും എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഈ ഇൻക്ലൈനിങ് എക്സ്പെരിമെന്റ് നടത്തണമെന്നുള്ളത്. അത് അദ്ദേഹം ചെയ്തില്ല, അതിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തതുമില്ല. മൂന്നാമതായി വരുന്നതാണ് ഇതിന്റെ അപ്രൂവൽ സൈഡ്, അതായത് ഇതിന്റെ സർട്ടിഫിക്കേഷൻ കൊടുത്ത IRS എന്ന ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി. അവരുടെ തന്നെ റൂളുകളാണ് അവർ വയലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആരും നിഷ്കർഷിച്ച റൂളുകളല്ല. അവരുടെ റൂൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഈ സ്റ്റെബിലിറ്റി ചെക്ക്, ഏതൊരു വെസൽസിന്റെയും സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ചും പാസഞ്ചർ വെസൽസിന്റെ. പക്ഷെ അവരത് ചെയ്തില്ല. അതിനേക്കാൾ ഉപരി ഇതിന്റെ ഇടയിലുണ്ടായിരുന്ന ഒരു ഹാച്ച് ഓപ്പണിംഗ്, നട്ട് ആൻഡ് ബോൾട്ട് ഇട്ട് മുറുക്കുക എന്നുള്ളത് സർവേയുടെ പ്രാഥമികമായ കടമയായിരുന്നു. അതും ചെയ്തില്ല. അത് കാരണം നടന്നത് 8 പേരുടെ സ്ലോ ഡെത്ത് ആയിരുന്നു. ഡിസൈനർ തന്നിരിക്കുന്ന ഡേറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ഡേറ്റയുടെ അവസാനം എന്താണ് എഴുതിയിരിക്കുന്നത്? ഡിസൈനർ എഴുതിയിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ IRS ഫോർ ഇൻലൻഡ് വാട്ടർവേസ്. അതിന്റെ അർത്ഥം എന്താണ്? ഡിസൈനർക്ക് നന്നായി അറിയാം ഇതൊരു ക്ലാസിഫൈഡ് വെസലാണെന്നും അതിന്റെ റൂളുകൾ ഫോളോ ചെയ്യണമെന്നുള്ളത് ഡിസൈനർക്ക് നന്നായി അറിയാം. പക്ഷെ ആ റൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഒരു സ്റ്റെബിലിറ്റി ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് ഉണ്ടാക്കണമായിരുന്നു. അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ മിസ്റ്റേക്ക്. നമുക്കിനി താഴേക്ക് വരാം. ഇത് നിങ്ങളുടെ അറിവിലേക്ക് കാണിക്കുന്നതാണ്. ഇദ്ദേഹം തന്നിരിക്കുന്ന ഒരു ഡ്രോയിങ് ആണ്. ഇതിന്റെ പേര് ലൈൻസ് പ്ലാൻ എന്നാണ്. ഈ ലൈൻസ് പ്ലാൻ ആണ് അതിന്റെ ബോഡിയെ കാണിക്കുന്നത്. ആ ബോട്ടിന്റെ ബോഡി എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പൊ ഈ ബോഡിയെ വെച്ചുകൊണ്ടാണ് ഇതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അദ്ദേഹം തന്നിരിക്കുന്ന ജനറൽ അറേഞ്ച്മെന്റ് ആണിത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, താഴെ 50 പേരും മുകളിൽ 25 പേരുമാണ്. ഇതാണ് കോവേണി. ഇതിന്റെ നടുക്കാണ് ഇതിന്റെ കോവേണി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ ഡ്രോയിങ്, ഞാൻ ഉണ്ടാക്കിയ ഡ്രോയിങ് ഉണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കോവേണി എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇതിന്റെ വലത് സൈഡിലായിട്ടാണ്. ആ കോവേണി വലത് സൈഡിൽ കൊടുത്തതാണ് ഇതിന് 2.1 ഡിഗ്രി ചരിവുണ്ടാകാനുള്ള പ്രധാന കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം നിങ്ങൾ നോക്കുക, മുകളിൽ 27 പേരാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ 3 പേരുടെ സീറ്റ് ഇടതുവശത്താണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ബിൽഡർക്ക് ഇത് നന്നായി അറിയാമായിരുന്നു ഇത് ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുകയാണെന്നുള്ള കാര്യം. അപ്പൊ ആ ചരിവ് മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ 3 പേരെ ഇടതുവശത്ത് വെച്ചിരിക്കുന്നത്. 3 പേരുടെ ഇടതുവശത്തുള്ള സീറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ എന്താണ്? 3 പേർ വന്നിരുന്ന് കഴിയുമ്പോൾ ഇതിന്റെ ചരിവ് മാറും, പ്രശ്നങ്ങളെല്ലാം തീരും എന്നുള്ളതാണ്. പക്ഷേ വളരെ വിഡ്ഢിത്തരമായ ഒരു തിങ്കിങ് ആണത്. കാരണം എന്തുകൊണ്ടാണ്? ഈ 3 പേര് എഴുന്നേറ്റ് നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ ആ ചരിവ് പെട്ടെന്ന് വരും. അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കും. കാരണം ഈ 3 പേര്, ഈ ഇരിക്കുന്നതിൽ ഏതെങ്കിലും 3 പേര് എഴുന്നേറ്റ് നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ചരിവ് പെട്ടെന്ന് വരും. അതുകൊണ്ട് ഈ ബിൽഡർ ചെയ്ത ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്കാണ് ഈ 3 പേർക്ക് വേണ്ടി ഒരു സീറ്റ് ഇടതുവശത്ത് വെച്ചു എന്നുള്ളത്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? കോൺക്രീറ്റ് കൊണ്ട് ഏറ്റവും അടിയിൽ വെയിറ്റ് കയറ്റണമായിരുന്നു. 315 കിലോ വെയിറ്റ് ഏറ്റവും അടിയിൽ കയറ്റേണ്ടതായിരുന്നു. അതിനു പകരം അദ്ദേഹം എന്താണ് ചെയ്തത്? ഏറ്റവും മുകളിൽ 3 പേരെ കയറ്റി വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വീണ്ടും മുകളിലേക്കാണ് പോയത്. അതിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഇത് ഒരു സെറ്റ് ഓഫ് കർവ്സുകളാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷേ ഇത് ഞാനിവിടെ കാണിക്കുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ കർവും ഞാൻ ഉണ്ടാക്കിയ കർവും തമ്മിൽ നല്ല താരതമ്യമുണ്ട്. അതിന്റെ അർത്ഥം അദ്ദേഹം ചെയ്ത കാൽക്കുലേഷൻ ശരിയാണ്, ഞാൻ ചെയ്ത കാൽക്കുലേഷൻ ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിന്റെ ഫണ്ടമെന്റൽ കാൽക്കുലേഷനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്.
പക്ഷേ ഇവിടെ വരെ ഞങ്ങൾ യോജിക്കുന്നുള്ളൂ. ഈ ഒരു ഡ്രോയിങ് വരെ ഞങ്ങൾ യോജിക്കുന്നുള്ളൂ. ഈ ഡ്രോയിങ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ദിശയിലേക്കാണ് പോകുന്നത്. ആ രണ്ട് ദിശയിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഡിസൈനർക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. എവിടെയാണ് രണ്ട് ദിശയിലേക്ക് പോകുന്നത്? ഇത് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ഹാർട്ട് ഓഫ് ദ കാൽക്കുലേഷൻ. അതായത് ഒരു ഷിപ്പ് 90 ഡിഗ്രി വരെ 90 ഡിഗ്രി വരെ ചരിഞ്ഞാൽ എന്ത് ചെയ്യാൻ ഒക്കുമെന്നുള്ള കാൽക്കുലേഷനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതേതാ കൈകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ചെയ്തത്? കാരണം കൈകൊണ്ട് ചെയ്താൽ 100% ആക്യുറേറ്റ് ആയിരിക്കുമെന്നുള്ളതാണ്. ഞാൻ ഉപയോഗിച്ച മെത്തേഡ് ക്രില്ലോസ് മെത്തേഡ് എന്ന മെത്തേഡാണ്. ഈ മെത്തേഡ് റഷ്യൻ മെത്തേഡാണ്. ഇതിൽ നിന്നും വരുന്ന ഒരു സെറ്റ് ഓഫ് കർവ്സ് ആണ് ക്രോസ് കർവ്സ് എന്ന് പറയുന്ന കർവ്സ്. ഈ കർവിൽ നിന്നാണ് നമ്മൾ സ്റ്റെബിലിറ്റി മുഴുവൻ അസസ് ചെയ്യുന്നത്. പക്ഷേ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കർവ് ഇതിന്റെ ഡിസൈനറായ പ്രൊഫസർ അനന്ത സുബ്രഹ്മണ്യത്തിനോട് കുറഞ്ഞത് ഒരു 10 തവണയെങ്കിലും ഞാൻ പറഞ്ഞതാണ് ഈ കർവ് എനിക്ക് വേണം, വെരിഫൈ ചെയ്യാൻ വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അത് തന്നിട്ടില്ല അദ്ദേഹം. എന്തുകൊണ്ട് തന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഇതാണ് അതിന്റെ ഫൗണ്ടേഷനുള്ള കാൽക്കുലേഷൻ. അദ്ദേഹത്തിന്റെ കാൽക്കുലേഷനും എന്റെ കാൽക്കുലേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ചോദിച്ചത്. പക്ഷെ അദ്ദേഹം ഇന്നുവരെ ആ കാൽക്കുലേഷൻ എനിക്ക് തന്നിട്ടില്ല. ഇതിന്റെ ഈ ഒരു കർവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിന്റെ പേര് GZ കർവ് എന്നാണ്. ഷിപ്പിനകത്ത് ആളുകളൊന്നും കയറി ഇരിക്കാത്ത ഒരവസ്ഥ, അതാണ് ലൈറ്റ് ഷിപ്പ് എന്ന് പറയുന്നത്. വെറും ഷിപ്പ് മാത്രമായി കിടക്കുന്നു. ഈ ഷിപ്പിങ്ങിനെ കിടക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നോക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ കർവ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഇത് ചെക്ക് ചെയ്യുവാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം GM എന്ന് പറയുന്നു. അതെന്താണ്? മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നു. ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അന്തരീക്ഷത്തിൽ ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഷിപ്പിങ്ങിനെ മൂവ് ചെയ്യുന്നത്. ഷിപ്പ് റോൾ ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ പോയിന്റിനാണ് മെറ്റാസെന്റർ. ആ മെറ്റാസെന്റർ തൊട്ട് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഹൈറ്റാണ് ഒരു ഷിപ്പിന്റെ പ്രാഥമികമായ സ്റ്റെബിലിറ്റിയെ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ കാൽക്കുലേഷൻ പ്രകാരം മെറ്റാസെൻട്രിക് ഹൈറ്റ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1.14 എന്ന് കിട്ടി. ഇത് ശരിയാണോ, ഈ കർവ് ശരിയാണോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, ഈ കർവിനകത്ത് ഞാനൊരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ഈ ടാൻജന്റ് 57.3 ഡിഗ്രിയിൽ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അവിടെ 1.14 കിട്ടുകയാണെങ്കിൽ ഈ കാൽക്കുലേഷൻ കറക്റ്റ് എന്നാണ്. ഇത് അന്താരാഷ്ട്ര നിലയിലുള്ള ഏതൊരു നേവൽ ആർക്കിടെക്റ്റും പറയുന്ന കാര്യമാണ്. ഈ കാൽക്കുലേഷൻ ശരിയാണോ എന്നറിയുവാനുള്ള ഒരു ചെക്ക് പോയിന്റാണിത്. അപ്പോൾ എന്റെ കാൽക്കുലേഷനിൽ 1.14 എന്ന് കൃത്യമായി കിട്ടി. എന്റെ കർവ് പ്രകാരവും എനിക്ക് 1.14 എന്ന് കിട്ടി. അപ്പോൾ അതിന്റെ അർത്ഥം എന്റെ കാൽക്കുലേഷൻ ശരി തന്നെയാണ് എന്നുള്ളതാണ്. ഒരു ചെക്കും കൂടി ഞാൻ നടത്തി. നമ്മൾ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ ഷിപ്പിന്റെ ഒരു വശത്തേക്കുള്ള ചരിവ് എത്രയായിരുന്നു? 2.1 ഡിഗ്രി. അപ്പോൾ ആ 2.1 ഡിഗ്രി ഉണ്ടാകുവാൻ 351 കിലോഗ്രാം റൈറ്റ് സൈഡിൽ വെക്കേണ്ടതായി വന്നു. ആ 351 കിലോഗ്രാം ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്താൽ, അതിന്റെ മൊമെന്റിനെ പ്ലോട്ട് ചെയ്താൽ കൃത്യമായി ഇത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 2.15. അതായത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടിയത് 2.1 ആയിരുന്നു. എന്റെ കാൽക്കുലേഷൻ പ്രകാരം കിട്ടിയത് 2.15. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അതായത് ഏതാണ്ട് 99% ഈ കാൽക്കുലേഷൻ ശരിയാണ് എന്ന് സമർത്ഥിക്കുന്നതാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ആ ലൈനും കൂടി വരച്ചത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെക്ക് ചെയ്തത്. എന്റെ അടിസ്ഥാനപരമായ കാൽക്കുലേഷനായ ഈ ലൈറ്റ് ഷിപ്പ്, ഈ കാൽക്കുലേഷൻ ശരിയായെങ്കിൽ മാത്രമേ ഇനി മുൻപോട്ടുള്ള എന്റെ ഓരോ കാൽക്കുലേഷനും ശരിയാകുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചെക്ക് രണ്ടും നടത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രൊഫസർ അനന്ത സുബ്രഹ്മണ്യത്തിന് ഇങ്ങനൊരു കാൽക്കുലേഷനേ ഇല്ല. അദ്ദേഹം ഇങ്ങനൊരു കാൽക്കുലേഷൻ തന്നിട്ടുമില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ കാൽക്കുലേഷൻ തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ നന്നായി അറിയാം. ഇത് നോക്കുക, ഈ കർവ് തന്നിരിക്കുന്നത് എല്ലാ ആൾക്കാരും അതിലിരിക്കുന്നു. എല്ലാ 75 ആൾക്കാർ അതിനകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കർവാണ് ഈ കാണുന്നത്. അത് അനന്ത സുബ്രഹ്മണ്യം തന്ന കർവാണ്. ഇതിനകത്ത് ആ ചെക്ക് പോയിന്റ് ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടുന്ന് ഒരു ടാൻജന്റ് വരച്ചിട്ട് 57.3 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ആ ചെക്ക് പോയിന്റ് അതിനകത്തില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതിനകത്ത് നിങ്ങൾക്ക് കാണാം, വീണ്ടും ആ ചെക്ക് പോയിന്റ് ഉണ്ട്. ഇതിൽ കിട്ടുന്ന എത്രയാണ്? 0.45.
പക്ഷെ ഇവിടെയോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് എത്രയാണ്? അതും 0.45 ആണ്. അതിന്റെ അർത്ഥം ഈ കാൽക്കുലേഷനും ശരിയാണെന്നുള്ളതാണ്. അതായത് 75 പേർ കയറിയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ചെക്കിംഗ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. റിസൾട്ടിനെ പറ്റി ഞാൻ വരുന്നതേ ഉള്ളൂ. മൂന്നാമതായി അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്, ഇത് അനന്തസുബ്രഹ്മണ്യത്തിന്റെ കണ്ടെത്തലാണ്. അദ്ദേഹം പറയുന്നത് എല്ലാ ആൾക്കാരും ഇരിക്കുന്നു. അപ്പോൾ വരുന്നത് എത്രയാണ്? ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സൈഡിൽ ഒരു ചരിവുണ്ടാകുമ്പോൾ എത്ര ഡിഗ്രി ചരിയും എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ചത് എത്രയാണ്? ഏതാണ്ട് 8 ഇവിടെ വരുന്നതാ ഈ ലൈൻ ഇങ്ങനെ വന്ന് ഇതിൽ മുട്ടിയിട്ട് താഴേക്ക് വരുമ്പോൾ എത്ര വരുന്നു? 8.9 ഡിഗ്രി.